ആജ്ഞ കൊച്ചിയിൽ സാഹചര്യം എന്താണ്? ഈ വെള്ളക്കെട്ട് ഏതൊക്കെ പ്രദേശത്താണ് കാര്യമായി ബാധിച്ചിട്ടുള്ളത്? എൽദോ പ്രത്യേകിച്ചും പറവൂർ മേഖലയിലൊക്കെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടാണ്. അതുമാത്രമല്ല, ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അത് റോഡിലേക്ക് ഒഴുകിയിറങ്ങി ചെളിക്കൂമ്പാരമായി മാറിയിട്ടുണ്ട്. യാത്ര ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിൽ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറയിൽ അത്ര വലിയൊരു വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു കാന കയ്യേറ്റം ചെയ്തതോടുകൂടി അതായത് കൃത്യമായ നീരൊഴുക്ക്, സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള കെട്ടിയടക്കൽ ഉണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്നു, അല്ലെങ്കിൽ വീടുകളുടെ പ്രദേശങ്ങളിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പറമ്പിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലാത്തൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് മലിനജലമാണ് ഈ ചുറ്റുവട്ടവും കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നതാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ഇത്രയധികം സമയം ഉണ്ടായിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്നുള്ള കാര്യവും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈകലാകാം. കഴിഞ്ഞ സർക്കാർ അവർ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് എന്തു തന്നെ ആയാലും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള എന്ത് തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും ഈ ഇത്തരം മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതും മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുന്നതും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. യാത്ര ദുസ്സഹമാണ്. കൊച്ചിയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, എല്ലാ തവണയും മഴക്കാലത്ത് ഇത് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു മഴ പെയ്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ വെള്ളമൊക്കെ ഒഴുകിപ്പോകുമെങ്കിൽ പോലും പെയ്യുന്ന സമയത്ത് വലിയ വെള്ളക്കെട്ടാണ് കൊച്ചിയിൽ ഉണ്ടാകുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും KSRTCയുടെ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം, ആ ബിൽഡിങ്ങൊക്കെ എപ്പോഴും വെള്ളം കൊണ്ട് നിറയുന്ന, അതും പ്രത്യേകിച്ചും അതിൻ്റെ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ മാലിന്യ കൂമ്പാരമാണ്. അതുകൊണ്ട് മനുഷ്യർക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടുകളാണ് എപ്പോഴും കൊച്ചിയിലുള്ളത്. അത് ഈ ദിവസങ്ങളിലും ഉണ്ടാകും. വലിയ മഴയാണ്. ഇന്നലെ കഴിഞ്ഞ പുലർച്ചെ മുതൽ വലിയ മഴയാണ്. അത് നിർത്താതെ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് 1-2 മിനിറ്റ് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് യാത്ര ഒഴിവാക്കണം. അതായത് കൊച്ചിയിൽ നിന്നും മറ്റിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രത്യേകിച്ചും അറിയിച്ചിട്ടുണ്ട്.